കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ബഹുമാന്യനായ മുഖ്യമന്ത്രിയുടെ ഒരു വലിയ പ്രഖ്യാപനം ഉണ്ടായിരുന്നു. ഒരു അക്കൗണ്ട് ഞങ്ങൾ പൂട്ടിക്കും എന്നത്. ആ അക്കൗണ്ട് പൂട്ടിച്ച ഒരാളാണ് നമ്മുടെ ഒപ്പം ഇന്ന് ഉള്ളത്. കേരളത്തിൽ എല്ലാവരും ഉറ്റുനോക്കിയിരുന്ന ഒരു മണ്ഡലം നേമം. ആ മണ്ഡലത്തിലെ പ്രതിനിധി, ആ മണ്ഡലത്തിൻ്റെ നേതാവ്, ആ ജില്ലയിലെ തന്നെ പ്രധാന രാഷ്ട്രീയ പ്രവർത്തകൻ ശ്രീ വി ശിവൻകുട്ടി, കേരളത്തിൻ്റെ ബഹുമാന്യനായ വിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി നമ്മളോടൊപ്പമുണ്ട്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. നമസ്കാരം മിനിസ്റ്റർ. നമസ്കാരം. മിനിസ്റ്റർ ലൂസ് ടോക്സിലേക്ക് വന്നതിൽ വലിയ സന്തോഷം. തിരുവനന്തപുരത്തുള്ള ഒരാളെന്ന നിലയിൽ എനിക്ക് അത് അഭിമാനവും കൂടിയാണ്. ഇപ്പോൾ തിരുവനന്തപുരത്തെ 14 മണ്ഡലങ്ങളിൽ 13 LDFൻ്റെ കയ്യിലാണ്. അതിലേറ്റവും മുടയുള്ള മന്ത്രിയായിട്ട് തിരുവനന്തപുരം കാണുന്ന തിരുവനന്തപുരംകാർക്ക് കൂടി ഒരു അഹങ്കാരമായിട്ടുള്ള മന്ത്രിയാണ്. എന്നാൽ അതേസമയം കുട്ടികൾക്ക് മന്ത്രി അപ്പൂപ്പനാണ്. ഇപ്പോൾ 2 സമീപനമാണ് 2 മേഖലകളിലായി. ഇപ്പം മന്ത്രി അപ്പൂപ്പൻ എന്നുള്ള വിളി ഈ അടുത്ത് വിദ്യാർത്ഥികളിൽ നിന്ന് ലഭിക്കുക എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ മുതിർന്നവരിൽ നിന്ന് പല അംഗീകാരങ്ങൾ ലഭിക്കും. പക്ഷേ അഡ്മിനിസ്ട്രേറ്റീവ് ബുദ്ധിമുട്ടുകൾ കുഞ്ഞുങ്ങൾക്ക് അറിയേണ്ട കാര്യമില്ല. അവർക്ക് കാര്യം നടക്കണം, അത്രയേ ഉള്ളൂ. അപ്പോൾ കാര്യം നടന്നു കാണുന്നു എന്നുള്ളത് കൊണ്ടാണ് അവർ ആ സ്നേഹത്തോടെ ആ അംഗീകാരം തരുന്നത്. അത് കേൾക്കുമ്പോൾ എന്ത് തോന്നുന്നു മിനിസ്റ്റർ? ഒന്നാം ഘട്ടത്തിൽ പറഞ്ഞ മന്ത്രിയുടെ ചുമതല ഏറ്റെടുത്തതിന് ശേഷം കൂടുതൽ വിനയത്തോടുകൂടി ആൾക്കാരോട് പെരുമാറുകയും മാക്സിമം ആൾക്കാരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടി പരിശ്രമിക്കുകയും ആ ഓഫീസിലായിരുന്നാലും വീട്ടിലായിരുന്നാലും വരുന്ന മുഴുവൻ ആൾക്കാരെയും കണ്ടു തീർത്ത് പാവപ്പെട്ടവരും സാധാരണക്കാരായിരിക്കുമല്ലോ നമ്മുടെ വീടുകളിലൊക്കെ വരുന്നത്. അപ്പോൾ അവരോട് അത്രയും സൗഹാർദ്ദപരമായും സ്നേഹപരമായിട്ടുള്ള പെരുമാറ്റത്തിലൂടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് കൊണ്ടാണ് ഏറ്റവും ടഫായിട്ടുള്ള മണ്ഡലമാണ് തിരുവനന്തപുരം ഈസ്റ്റ് എന്ന് പറയുന്നത്. ആദ്യമായിട്ട് ഞാൻ മത്സരിക്കുന്നത്. ഞാൻ 10-20 വർഷക്കാലം കോൺഗ്രസിൻ്റെ കയ്യിലിരുന്ന മണ്ഡലമാണ്. അതിനുശേഷം മത്സരിക്കുന്നത് നേമമാണ്. ഒരു പ്രാവശ്യം ഒഴികെ ബാക്കി എല്ലാ പ്രാവശ്യവും നേമത്തു നിന്ന് ജയിച്ചു. അപ്പോൾ അത് അങ്ങനെ ഉള്ള ഒരു പ്രവർത്തനം, ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രൂപത്തിലുള്ള പ്രവർത്തനം നടത്തുന്നു എന്ന് ജനങ്ങൾക്ക് ഉത്തമ ബോധ്യമുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് വീണ്ടും ഈ അംഗീകാരങ്ങൾ കിട്ടുന്നത്. പാർട്ടി ഏൽപ്പിക്കുന്ന ചുമതല, ആ ചുമതലയ്ക്ക് ഒട്ടും കോട്ടം തട്ടാതെ കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ അധികാര സ്ഥാനത്തിരിക്കുമ്പോൾ ഈ ഉദ്യോഗസ്ഥന്മാർ പറയുന്നത് മാത്രം കേട്ടുകൊണ്ട് ഒരു തീരുമാനം എടുക്കുകയല്ല ചെയ്യുന്നത്. പരാതിക്കാരൻ്റെ പ്രശ്നം എന്താണെന്ന് കേട്ടുകൊണ്ട് ആ പരാതിക്കാരൻ്റെ വശത്ത് നിന്നുകൊണ്ട്, പാവപ്പെട്ടവൻ്റെ വശത്ത് നിന്നുകൊണ്ട് തീരുമാനം എടുക്കുന്ന ഒരു സമീപനമാണ് ഞാൻ സാധാരണ സ്വീകരിക്കുന്നത്. ആ തീരുമാനം എടുക്കാനും ഉത്തരവ് ഇറക്കാനുള്ള അധികാരം ഉള്ളതുകൊണ്ട് അങ്ങനെ ആ അധികാരം പാവപ്പെട്ടവന് വേണ്ടി പ്രയോജനപ്പെടുത്തും എന്നുള്ളതാണ്. രണ്ടാമത് ചോദിച്ചത് കുട്ടികളുടെ പ്രശ്നത്തിന്, കുട്ടികൾ മറ്റൊന്നും നോക്കിയല്ല, അവർക്കിഷ്ടമുള്ള കാര്യങ്ങൾ എന്താണെന്നുള്ളത് നോക്കിയാണ്. കുട്ടികൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. അതൊരു ഗ്രൗണ്ട് റിയാലിറ്റി മനസ്സിലാക്കിക്കൊണ്ടാണ്. യാന്ത്രികമായ ഒരു മന്ത്രിക്ക് ചെയ്യാൻ കഴിയുന്നതിനപ്പുറമായിട്ട് ഒരു വിദ്യാർത്ഥി രംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരുന്നൊരു വ്യക്തി എന്നുള്ള നിലയിൽ, അത് ഞാൻ SFIയുടെ ജില്ലാ സെക്രട്ടറി, പ്രസിഡൻറ്റ്, സംസ്ഥാന സെക്രട്ടറി, സംസ്ഥാന പ്രസിഡൻറ്റ്, SFI യൂണിറ്റ് സെക്രട്ടറി വരെ ആയി പ്രവർത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കറിയാം വിദ്യാർത്ഥികളുടെ മനസ്സ് എങ്ങനെയാണ്, വിദ്യാർത്ഥികൾക്ക് എന്തൊക്കെ ആവശ്യമുണ്ട്, എന്തൊക്കെ ആവശ്യങ്ങളാണ് അവൻ അനുവദിക്കപ്പെടാതെ തടസ്സമായി നിൽക്കുന്നത്. അപ്പോൾ അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് കുട്ടികളുടെ പക്ഷത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അപ്പോൾ ആ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നതിന് വേണ്ടി തയ്യാറായിട്ടുണ്ട് 5 വർഷക്കാലം. അപ്പോൾ അതുകൊണ്ട് കുട്ടികളുടെ സ്നേഹത്തോടു കൂടി അപ്പൂപ്പാന്നും മാമാന്നും അങ്ങനെയെല്ലാം ഉള്ള നമ്മുടെ ഒരു സെൻറ്റിമെൻ്റലായിട്ടുള്ള തോന്നുന്ന വാക്കെല്ലാം ഉപയോഗിച്ചുകൊണ്ട് കുട്ടികൾ വിളിക്കാറുണ്ട്. ഞാനതിനെ പ്രോത്സാഹിപ്പിക്കാറുണ്ട്. എനിക്ക് സന്തോഷമേ അക്കാര്യത്തിൽ അങ്ങനെ ഉള്ളൂ. ആദ്യമായിട്ട് അപ്പൂപ്പാന്ന് വിളിക്കുന്നത് കോവിഡ് കാലഘട്ടത്തിൽ വയനാട് നിന്നുള്ളൊരു കുട്ടിയുടെ ഒരു ഫോൺ വിളിയാണ്. ആ കുട്ടിയാണ് ആദ്യമായിട്ട് എന്നെ അപ്പൂപ്പാന്ന് വിളിക്കുന്നത്. അതിനുശേഷം പിന്നെ അതൊരു പേരായി തന്നെ അങ്ങ് പതിയുന്ന സ്ഥിതിവിശേഷമുണ്ടായി. എനിക്കതിൽ വളരെ സന്തോഷമാണുള്ളത്.
അങ്ങിപ്പോൾ വിദ്യാഭ്യാസ വകുപ്പും തൊഴിൽ വകുപ്പും കൈകാര്യം ചെയ്യുന്നു. രണ്ടും വളരെ വ്യത്യസ്തമായ മേഖലകൾ കൂടിയാണ്. അപ്പം അങ്ങ് തന്നെ സൂചിപ്പിച്ചു, കുഞ്ഞുങ്ങൾക്ക് അപ്പൂപ്പനായിരിക്കുമ്പോൾ തൊഴിൽ വകുപ്പിൽ രാജ്യത്ത് പല പ്രശ്നങ്ങൾ ലേബർ കോഡുമായി ബന്ധപ്പെട്ട് നടക്കുന്നു. കേരളം അതിനെ അഭിമുഖീകരിക്കുന്നു. കേരളമാണ് ഏറ്റവും വലിയ പ്രതിരോധം തീർക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ ശക്തമായ നിലപാട് കേരള സർക്കാരിൻ്റെത് രാജ്യത്ത് വിളിച്ചു പറയുന്നൊരു മന്ത്രിയാണ് അങ്ങ്. അപ്പോൾ ഈ രണ്ട് രീതിയിലുള്ള സ്വഭാവം, ലേബർ കോഡിനെ കുറിച്ച് നമുക്ക് രണ്ടാമത് സൂചിപ്പിക്കാം. പക്ഷേ ഈ രണ്ട് മേഖലകളിൽ പ്രവർത്തിക്കുന്നതിൽ SFIയും CITUവും, അപ്പം അങ്ങ് SFIയുടെ കാര്യം സൂചിപ്പിച്ചു, CITUവിലും ഒരു അതികായനായ നേതാവാണ് അങ്ങ്. ഈ രണ്ട് പ്രവർത്തനങ്ങൾ എങ്ങനെ സഹായിച്ചു എന്ന് കരുതുന്നു? അല്ല, വിദ്യാർത്ഥി രംഗത്തെ പ്രവർത്തനം, സംഘടനാ പ്രവർത്തനം അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്, യാന്ത്രികമായിട്ടല്ലല്ലോ. അപ്പോൾ പിന്നെ പ്രവർത്തന പരിചയം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രവർത്തന പരിചയം കൊണ്ട് നമുക്ക് തീരുമാനം എടുക്കാൻ നമ്മളെ സഹായിക്കുന്നു. തീരുമാനമെടുക്കാൻ സഹായിക്കുന്നതിന് വേണ്ടിയുള്ള ചിന്തകൾ നമ്മൾ കടന്നുകൂടുന്നു. അത് ഈ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് വരുന്നതാണ്. അപ്പോൾ SFI വിട്ട ശേഷം CITUവിൻ്റെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയും CITUവിൻ്റെ സംസ്ഥാന സെക്രട്ടറിയും ഏതാണ്ട് ഒരു 6 ഡസനോളം വരുന്ന യൂണിയനുകളുടെ നേതാവായും പിന്നെ ഭാരവാഹികളെയും പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ട്രേഡ് യൂണിയൻ രംഗത്തെന്ന് പറഞ്ഞാൽ അവരെ കൂടെ നിന്ന് പ്രവർത്തിക്കണം, വിദ്യാർത്ഥി രംഗത്തെ പോലെയല്ല. അവർക്ക് തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ പിന്നെ വന്ന് ഒരു പരാതി പറയുവാനും ആ പരാതി പരിഹാരം കാണുമെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നത് യൂണിയൻ ലീഡേഴ്സിനെയാണ്. അപ്പോൾ യൂണിയൻ എന്ന് പറയുമ്പോൾ, യൂണിയൻ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥി രംഗത്തെ പ്രവർത്തനത്തിൽ വ്യത്യാസമാണ്. അത് കുറച്ചും കൂടെ ഒരു കട്ടിയുള്ള പ്രവർത്തനം എന്ന് വേണമെങ്കിൽ പറയാം. കട്ടിയെന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ നമ്മൾ കർക്കശത്തോടുകൂടിയും വളരെ ഡീപ്പായി തന്നെ അവരുടെ പ്രശ്നങ്ങൾ ഇടപെടേണ്ട എന്നുള്ളതിൽ. അപ്പം അവർക്കാണെങ്കിൽ വ്യത്യസ്തങ്ങളാണ് പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ. അവരുടെ പൊതുപ്രശ്നങ്ങളുണ്ട്, വ്യക്തിഗതമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അങ്ങനെയുള്ള ഉള്ള പ്രശ്നങ്ങൾ കൂടുതലാണ് തൊഴിലാളി രംഗത്തെ പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ. ഇപ്പം ലേബർ കോഡിൽ നിന്ന് പിന്നെ മറ്റും പറഞ്ഞാൽ 29 തൊഴിൽ നിയമങ്ങളാണല്ലോ അത് വെട്ടിച്ചുരുക്കി 4 ലേബർ കോഡുകളായി മാറ്റിയത്. ഇന്ത്യയിൽ ആ ലേബർ കോഡുകൾ നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞ ഏക സംസ്ഥാനം കേരളം മാത്രമാണ്. എന്ന് മാത്രമല്ല, ഇന്ത്യയിലെ പിന്നെ തൊഴിൽ മന്ത്രിമാരുടെ യോഗം ഡൽഹിയിൽ വിളിച്ചു ചേർത്തപ്പോൾ ഞാനും അതിൽ പങ്കെടുത്തിരുന്നു. അതിൽ ഞാൻ ഒറ്റയ്ക്കാണെങ്കിൽ പോലും അതിൽ ശക്തമായ ഒരു നിലപാട് സ്വീകരിക്കുന്നതിന് വേണ്ടി തയ്യാറായി. എന്ന് മാത്രമല്ല, സുപ്രീം കോടതിയിലെ റിട്ടയർഡ് ജഡ്ജി കർണാടകത്തിൽ നിന്നുള്ള ശ്രീ ഗൗഡ അടക്കമുള്ള ആൾക്കാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു ലേബർ കോൺക്ലേവ് ട്രിവാൻഡ്രത്തിൽ നടത്തുകയുണ്ടായി. വലിയ പ്രമുഖരാണ് അതിൽ പങ്കെടുത്തവരെല്ലാം. അതിലൊരു കമ്മിറ്റി രൂപീകരിച്ചു. ആ കമ്മിറ്റി ഈ ലേബർ കോഡിൽ ഇന്ന മാറ്റങ്ങൾ വരുത്തണം എന്നതിനെ സംബന്ധിച്ചിടത്തോളം ഒരു റിപ്പോർട്ട് തയ്യാറാക്കി. ആ റിപ്പോർട്ട് കേന്ദ്രത്തിൽ സമർപ്പിച്ചിരിക്കുകയാണ്. ആ റിപ്പോർട്ടിൽ മനസ്സിലാക്കേണ്ടത് ഒന്ന്, വളരെ പ്രധാനപ്പെട്ട കാര്യം, ഒന്ന് വർക്കിംഗ് അവേഴ്സ്. 8 മണിക്കൂർ ജോലി, 8 മണിക്കൂർ കൂലി എന്നാണല്ലോ സാർവദേശീയമായി നമ്മൾ പറയപ്പെടുന്ന ഒരു മുദ്രാവാക്യം എന്ന് പറയുന്നത്. ഇത് 14 മണിക്കൂർ ജോലി ചെയ്യണമെന്നടക്കമാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ തൊഴിലാളികളുടെ ജോലി സമയം കൂടുന്നു, തൊഴിലാളിക്ക് വിലപേശുന്നതിന് വേണ്ടി അധികാരം പോകുന്നു, യൂണിയൻ രൂപീകരിക്കുന്നതിന് വേണ്ടിയുള്ള അവകാശം ഇല്ലാതാവുന്നു. പിന്നെ ഏത് തീരുമാനത്തിനും അവസാനം മുതലാളിയുടെ വാക്കുകളാണ് അവസാന തീരുമാനമായി വരുന്നത്. ആ നിലയിൽ ഇന്ത്യൻ കോർപ്പറേറ്റുകളെ സഹായിക്കുന്ന നിലയിലുള്ള ഒരു തൊഴിൽ നിയമമാണ് ലേബർ കോഡിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അത് കേരളത്തിൽ നടപ്പിലാക്കുക എന്ന പ്രശ്നമേ ഇല്ലെന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ഇപ്പം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വിവിധ സ്കീമുകളുണ്ട്. അപ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് SSK എന്ന് പറയുന്ന സമഗ്ര ശിക്ഷ കേരളയ്ക്ക് തരുന്ന ഫണ്ടെന്ന് പറയുന്നത്. ആ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് പാവപ്പെട്ട പിന്നെ കുട്ടികൾക്ക് ഒരുപാട് പാഠപുസ്തകത്തിന് പ്രിൻറ്റിങ്, അതിലെ പ്രവേശനോത്സവം, പിന്നെ പട്ടികജാതി കോളനികളിലുള്ള വിദ്യാർത്ഥികൾക്കുള്ള സഹായം, അധ്യാപകർക്കുള്ള ശമ്പളം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നമുക്ക് ഏതാണ്ട് 1500 കോടി രൂപ കിട്ടാനുണ്ടായിരുന്നു. എന്തുകൊണ്ട് തരുന്നില്ലെന്ന് ചോദിച്ചാൽ NEP നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിൽ ഒപ്പിട്ടില്ല എന്നുള്ള കാര്യം കൊണ്ടാണ്. പക്ഷേ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ആദ്യമായി എതിർക്കുന്ന ഇന്ത്യയിലെ ഏക സംസ്ഥാനം കേരളമാണ്. എന്ന് മാത്രമല്ല, ഈ പാഠപുസ്തകം ഇന്ന് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സ്ഥാപനമായിട്ടുള്ള സ്ഥാപനം പ്രിൻ്റ് ചെയ്ത NCERT പ്രിൻ്റ് ചെയ്തപ്പോൾ മഹാത്മാഗാന്ധിയുടെ അസാസിനേഷൻ, അതുപോലെ മുഗൾ രാജാക്കന്മാരുടെ ഭരണകാലം, പിന്നെ സയൻസിൻ്റെ ചില വിഷയങ്ങൾ, പിന്നെ അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഒഴിവാക്കുന്ന സമീപനം സ്വീകരിച്ചിരുന്നു. പരിണാമ സിദ്ധാന്തം, ഗുജറാത്ത് കലാപം അടക്കമുള്ള ഒരുപാട് കാര്യങ്ങൾ. ഇപ്പോൾ കുട്ടികൾ ചരിത്രം പഠിക്കാൻ പാടില്ല. കാരണം ഇപ്പോൾ 1ാം ക്ലാസ് ചേരുന്ന കുട്ടി അവൻ 10ാം ക്ലാസ്സിൽ വരുമ്പോൾ മഹാത്മാഗാന്ധിയെ മറക്കണം.
ഗുജറാത്ത് കലാപത്തെ മറക്കണം, പരിണാമ സിദ്ധാന്തത്തെ മറക്കണം, അങ്ങനെ ആ ഉദ്ദേശത്തോടുകൂടി. അപ്പോൾ അത് ഒഴിവാക്കിക്കൊണ്ട് പാഠപുസ്തകം ഇറക്കിയപ്പോൾ ബദൽ പാഠപുസ്തകം ഇറക്കിയ സംസ്ഥാനം കേരളം മാത്രമാണ്. അതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട്, ഒഴിവാക്കിയത് മുഴുവൻ ഉൾപ്പെടുത്തിക്കൊണ്ട് ബദൽ പാഠപുസ്തകം ഇറക്കുകയും ആ പാഠപുസ്തകം ഇറക്കിയാൽ മാത്രം പോരല്ലോ, കുട്ടികൾ പഠിക്കുകയാണല്ലോ, കുട്ടികൾ പഠിക്കുന്നതിന് വേണ്ടി നിശ്ചയിക്കുകയും പരീക്ഷ നടത്തുകയും ചെയ്ത ഏക സംസ്ഥാനം കേരളം മാത്രമാണ്. അപ്പോൾ ഇതിനിടയിലാണ് ഒരു പ്രശ്നം ഉണ്ടായിട്ടുള്ളത്, PM ശ്രീയിൽ ഒപ്പുവെച്ചോ ഇല്ലയോ എന്നതിനെ സംബന്ധിച്ചിട്ടുള്ളത്. യഥാർത്ഥത്തിൽ നമ്മൾ ജനങ്ങൾ മനസ്സിലാക്കേണ്ടത്, അല്ലെങ്കിൽ ഇത് ശ്രദ്ധിക്കുന്നവർ മനസ്സിലാക്കേണ്ടത്, PM ശ്രീ ഒപ്പിട്ടത് കൊണ്ട് വിദ്യാഭ്യാസ മന്ത്രിയുടെ നയത്തിൽ നിന്നും ഒരു മാറ്റവും വന്നിട്ടില്ല. വിദ്യാഭ്യാസ മന്ത്രി BJP സഹായിച്ചു എന്നുള്ള നിലയിലുള്ള ഒരു കുപ്രചരണമൊക്കെ ചില കേന്ദ്രങ്ങളിൽ നിന്ന് കാഴ്ചവിട്ടിട്ടുണ്ട്. കേരളത്തിൽ പിന്നെ ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനവും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെയും BJP RSSനോടുള്ള നയം ശക്തമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന വ്യക്തികളിൽ ഒരാളാണ് ഞാനും. അപ്പോൾ അതൊന്നും പറഞ്ഞ് നമ്മളെ ക്ഷീണപ്പെടുത്താൻ വേണ്ടി നോക്കേണ്ട. ഇപ്പം അത്തരം വർത്തമാനങ്ങൾ പല കോണുകളിൽ നിന്ന് രൂപപ്പെട്ടാലും അങ്ങേക്ക് ഞങ്ങൾക്കൊക്കെ മനസ്സിലായിട്ടുള്ളൊരു കാര്യം അങ്ങയോട് പറയാൻ ആഗ്രഹിക്കുന്നത്, ജനങ്ങൾക്ക് കൃത്യമായ ബോധ്യമുണ്ട് എന്നതാണ്. ഒന്ന്, വി ശിവൻകുട്ടി എന്താണ് എന്നതും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ ഉദ്ദേശവും അജണ്ടയും എന്താണ് എന്നത്. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചാനലിലെ സർവേയിൽ ഏറ്റവും മികച്ച മന്ത്രി വിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രിയായി മാറിയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ എല്ലാവരുടെയും, അത് ജനങ്ങളുടെ ഒരു അംഗീകാരവും കൂടിയാണല്ലോ. അപ്പോൾ അത് നിയമമണ്ഡലത്തിന് അപ്പുറമാണ്. ഏറ്റവും മികച്ച MLA എന്ന നിലയിലല്ല, ഏറ്റവും മികച്ച മന്ത്രിയാണ്. ഇപ്പോൾ നിയമമണ്ഡലത്തിലെ കാര്യം സൂചിപ്പിച്ചാൽ, നേരത്തെ തന്നെ അങ്ങ് വാഴമുട്ട പ്രദേശത്തുള്ള സ്കൂളിൻ്റെ കാര്യം പറഞ്ഞു. നിയമമണ്ഡലത്തിൽ 23ഓളം സ്കൂളുണ്ട് എന്നാണ്. അത് എല്ലാം സ്മാർട്ട് ആക്കിയോ കേരളത്തിലെ പോലെ? 19 സ്കൂളും ആയി, മറ്റത് തറക്കല്ലിട്ടു. അത് ശരി. 23 സ്കൂളിലും പുതിയ ഘട്ടങ്ങളായി. 1 കോടിയും 2 കോടിയും 3 കോടി മുതൽ 12 കോടി വരെ രൂപ ചെലവഴിച്ച് ആയി. ഇപ്പൊ സ്കൂളുകൾക്ക് പുറമെ നേമത്തെ MLA എന്ന നിലയിൽ അങ്ങേക്ക് മുടവൻമുകൾ പാലം ഒരു പ്രധാനപ്പെട്ട പദ്ധതിയാണ്. പിന്നെ അതുപോലെ തിരുമല ആ റോഡ്, തൃക്കണ്ണാപുരം റോഡ്, അത് ദീർഘകാലത്തെ ആവശ്യത എന്നോ ആരംഭിച്ചതാണ്. 25 വർഷത്തിന് മുമ്പ് ആരംഭിച്ചതാണ്. അതെന്തുകൊണ്ടായിരിക്കും അങ്ങനെ? അത് പല പ്രശ്നങ്ങളും കൊണ്ട് പല പ്രശ്നങ്ങളെന്ന് വെച്ചാൽ, ഒന്ന് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ്, വിവിധ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയൊക്കെ പ്രശ്നം ഉണ്ടായിരുന്നു. അതൊരു നാഷണൽ ഹൈവേക്കാൾ ബെറ്റർ റോഡാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഈ യൂട്ടിലിറ്റി സർവീസൊക്കെ ഭൂമിക്കടിയിൽ ആക്കണമെന്നുള്ള പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഫലമായിട്ടൊക്കെ നീണ്ടു പോയി. എന്തായാലും ഇപ്പം അത് സാക്ഷാത്കരിച്ചു. 20 വർഷത്തിന് ശേഷം സാക്ഷാത്കരിച്ചു എന്ന് വേണം പറയാം. എന്ന് മാത്രമല്ല, നിയമമണ്ഡലത്തിൽ ഏതാണ്ട് 1000 കോടി രൂപയുടെ വികസന പദ്ധതി നടന്നിട്ടുണ്ട്. അത് BJPയുടെ സംസ്ഥാന പ്രസിഡൻറ്റും നേമത്തെ സ്ഥാനാർത്ഥിയും പറയുന്നത് കേട്ടു. പിന്നെ ഇതൊന്നും വികസനം നടന്നിട്ടേ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കുറ്റവിചാരണ നടത്തുന്ന സംഗതി ഉണ്ടായിരുന്നു. ഞാൻ അദ്ദേഹത്തിനെ ഞാൻ വെല്ലുവിളിച്ചു. 2-3 വേദികളിൽ വെല്ലുവിളിച്ച് പറഞ്ഞു, പത്രമാധ്യമങ്ങളിലും പറഞ്ഞു. ഇന്നിപ്പോൾ ഞാനൊരു പത്രക്കാരോടും പറയുന്നുണ്ട്, അദ്ദേഹം വരട്ടെ, നമുക്കൊരു സൗഹാർദ്ദമായിട്ടുള്ളൊരു സംഭാഷണം നടത്താം, പബ്ലിക്കിൻ്റെ മുന്നിൽ വെച്ച്, അല്ലെങ്കിൽ മാധ്യമങ്ങളുടെ മുന്നിൽ വെച്ചിട്ട്. 5 വർഷക്കാലം രാജഗോപാൽ MLA ആയിരുന്ന 5 വർഷക്കാലമുണ്ട്. അദ്ദേഹത്തിന് ഞാൻ കുറ്റം പറയില്ല. കാരണം അദ്ദേഹത്തിൻ്റെ പ്രായം, അദ്ദേഹത്തിന് മറ്റ് MLA മാർ ചെയ്യുന്ന പോലെ ഓടി എല്ലാ ഓഫീസുകളിലും കയറി ഇറങ്ങി ഉദ്യോഗസ്ഥന്മാരെല്ലാം വിളിച്ചുകൊണ്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അദ്ദേഹത്തിൻ്റെ നിന്ന് ഒരു പാലം കെട്ടാൻ, അദ്ദേഹത്തിൻ്റെ മുൻകൈ എടുത്തുകൊണ്ട് ഒരു പാലം കെട്ടാനും ഒരു റോഡ് നന്നാക്കണമെന്നും ഞാനൊന്നും പ്രതീക്ഷിക്കുന്നില്ല. അദ്ദേഹം സഭയിലുണ്ടാവുന്നത് നല്ലത് തന്നെയാണ്, അദ്ദേഹത്തിനെപ്പോലുള്ള ഒരാളുണ്ടാവുന്നത് നല്ലത് തന്നെയാണ്. പക്ഷേ ആ 5 വർഷക്കാലം ഒന്നും നടന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. വട്ടപൂജ്യമായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ ഈ വർഷം ഞാൻ പറഞ്ഞില്ല, ഏതാണ്ട് 1000 കോടി രൂപയുടെ വികസന പ്രവർത്തനം നടന്നിട്ടുണ്ട്. അതിൽ പുതിയൊരു ITA നിയമമണ്ഡലത്തിൽ വന്നിട്ടുണ്ട്. പ്രധാനപ്പെട്ട 4 കോഴ്സുകൾ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ കരിയർ ഡെവലപ്മെൻറ്റ് സെൻറ്ററിൻ്റെ പുതിയൊരു ഓഫീസ് കരമന തുടങ്ങിയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ പിന്നെ 10 പാലം അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. അതിൽ 1 ഉദ്ഘാടനം കഴിഞ്ഞു. നിയമ 30 കോടി രൂപ മുടക്കി നിയമ ആശുപത്രി ഏതാണ്ട് 8 നിലയുള്ള 2 ഘട്ടങ്ങളുടെ പണി പൂർത്തീകരിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. പിന്നെ റോഡുകളുടെ കാര്യമുണ്ട്. പിന്നെ ഇവിടെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രം ഉണ്ടായിരുന്നു. വ്യാഴാങ്കാൽ എന്ന് പറഞ്ഞ കരമന ജംഗ്ഷനിൽ നിന്ന് പോകുന്ന ഒരു 3 കിലോമീറ്റർ ദൂരം
ഏതാണ്ട് 12 കോടി രൂപ മുടക്കി നിർമ്മിച്ചിട്ടുള്ള ഏറ്റവും ഭംഗിയായിട്ടുള്ള ഒരു ടൂറിസ്റ്റ് കേന്ദ്രം. നടപ്പാത, അതുപോലെ ഫുട്ബോൾ കളിക്കുന്നതിനുള്ള സൗകര്യം, സൈക്കിൾ ട്രാക്ക്, പിന്നെ ക്യാൻറ്റീൻ, കഫ്റ്റേരിയയുടെ സംവിധാനം ഒക്കെ ഇതൊരു അവിടെ വളരെ കാട് പിടിച്ച് കിടന്ന ഒരു സ്ഥലമാണ്. അതിപ്പോൾ മനോഹരമായി ഇപ്പോൾ മിക്കവാറും വൈകുന്നേരമെല്ലാം ഹൗസ്ഫുള്ളാണ് അവിടെ ആൾക്കാരുടെ രാവിലെ നടക്കാനും ഒക്കെ തന്നെ. അപ്പോൾ അങ്ങനെ നിയമത്തെ സംബന്ധിച്ചിടത്തോളം ഇനി എന്ത് ചെയ്യാനുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ പ്രശ്നം. ഇനിയിപ്പോൾ എന്താണ് നമുക്കത് അടുത്ത ചെയ്യാനുള്ളത്? ഇപ്പോൾ ഹോമിയോ ഹോസ്പിറ്റൽ, ഹോമിയോ ഡയറക്ടറേറ്റ് കഴിഞ്ഞ ആഴ്ച ഉദ്ഘാടനം ചെയ്തു. അതുപോലെ തന്നെ പിന്നെ രജിസ്ട്രേഷൻ ഓഫീസ് നേമത്ത്, അത് കഴിഞ്ഞ ആഴ്ച ഞാൻ തന്നെയാണ് കണ്ണപ്പള്ളിക്ക് വരം ചെന്ന് പോയി ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ ആ നിലയിൽ നോക്കുമ്പോൾ നേമത്തിൻ്റെ വികസന കാര്യത്തിലൊന്നും ആർക്കും ഒന്നും പറയാൻ വേണ്ടി പറ്റില്ല. കാരണം ഇത് വിഷ്വലാണ്, കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്ന കാര്യങ്ങളാണ്. എന്നിരുന്നാലും പച്ചക്കള്ളം അദ്ദേഹം പറയുകയാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ ഒന്ന്, അദ്ദേഹത്തിന് ഈ സ്ഥലത്തെ സംബന്ധിച്ചിടത്തോളം ധാരണയില്ല. ആരെങ്കിലും എഴുതി കൊടുക്കുന്ന കാര്യമായിരിക്കും വെച്ച് വായിക്കുന്നത്. അപ്പോൾ ഉദ്ഘാടനം ചെയ്തില്ല എന്ന് അദ്ദേഹം വായിക്കുക, അങ്ങനെ ഒരു പ്രശ്നം ഉണ്ട്. പിന്നെ അദ്ദേഹത്തിന് ഭാഷ ഒരു പ്രശ്നം ആണ്. പിന്നെ ഈ യഥാർത്ഥത്തിൽ ഈ സാധാരണക്കാരുടെ പ്രശ്നം എന്താണെന്ന് അദ്ദേഹം അറിയാൻ സാധ്യതയില്ലല്ലോ. അദ്ദേഹം ഇന്ത്യയിലെ ഏറ്റവും വലിയ വൻകിട കോർപ്പറേറ്റ് മാനേജറും. അദ്ദേഹത്തിന് മത്സരിക്കാൻ പറ്റിയെന്ന് വെച്ചാൽ ഇന്ത്യയിലെ കോർപ്പറേറ്റ് മാനേജ്മെൻറ്റിൻ്റെ എന്തെങ്കിലും അസോസിയേഷൻ ഉണ്ടെങ്കിൽ അതിലത്തേക്ക് മത്സരിച്ചാൽ ഏറ്റവും നന്നായി അതിൽ പെർഫോം ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷേ അതേപോലെ ഇവിടെ പെർഫോം ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഇത് ഈ പാവപ്പെട്ടവൻ്റെ പിന്നെ വിയർപ്പിൻ്റെ ഗന്ധമൊന്നും ഇദ്ദേഹത്തിന് ഇഷ്ടപ്പെടണമെന്ന് ഇല്ലല്ലോ. അത് മാത്രമല്ല, കേരളത്തിൽ മത്സരിക്കുന്ന ഏറ്റവും വലിയ കുത്തക മുതലാളിയാണ് ഈ രാജീവ് ചന്ദ്രശേഖരൻ എന്ന് പറഞ്ഞത്. അപ്പം നേമത്തെ ജനങ്ങൾ ചിന്തിക്കുന്ന അങ്ങനെ ഒരു കുത്തക മുതലാളി ഞങ്ങളുടെ പ്രതിനിധി വേണോ, ഞങ്ങൾക്ക് എല്ലാ ദിവസവും എല്ലാ ആവശ്യങ്ങൾക്കും ചെന്ന് കാണുവാൻ കഴിയുന്ന ഒരു പ്രതിനിധി വേണമെന്നാണ് നേമത്തെ ജനങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും അങ്ങനെ ചിന്തിക്കും എന്ന് തന്നെ കരുതുന്നു. മിനിസ്റ്റർ എന്നുള്ള നിലയിലുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു, MLA എന്നുള്ള നിലയിലുള്ള കാര്യങ്ങൾ സൂചിപ്പിച്ചു. പക്ഷേ ദീർഘകാലം നഗരസഭയുടെ മേയറായിരുന്നു തിരുവനന്തപുരം നഗരസഭയുടെ. ഇപ്പോൾ ഏറ്റവും അടുത്ത് വന്നിരിക്കുന്ന ഒരു ചർച്ച, ആറ്റുകാൽ പൊങ്കാലയുമായി ബന്ധപ്പെട്ട് കളക്ടറുടെ ഒരു റിപ്പോർട്ട് വരുമ്പോൾ ശുചീകരണത്തിൽ പാളിച്ച വന്നിട്ടുണ്ട്. 3 ദിവസമായും ശുചീകരണം പൂർണ്ണമായിട്ട് നടന്നിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ മന്ത്രി എന്ന നിലയിലല്ല ചോദിക്കുന്നത്, നഗരസഭയുടെ മേയറായിരുന്ന ഒരാൾ ഇത്തരം ശുചീകരണ പ്രവർത്തനങ്ങളിൽ ഗ്രീൻ സിറ്റി, ക്ലീൻ സിറ്റി ഒക്കെ കൊണ്ടുവന്ന ഒരാൾ എന്ന നിലയിൽ എന്താണ് നഗരസഭയ്ക്ക് സംഭവിച്ചതെന്ന്? നഗരസഭ അക്കാര്യത്തിൽ വലിയ പരാജയമായിരുന്നു. അവർ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടന്നില്ല. കാര്യങ്ങൾ നടക്കാതെ തന്നെ അവർ പിന്നെ നടന്നുവെന്ന് പ്രചരിപ്പിച്ചു. പിന്നെ എന്നത് മാത്രമല്ല, ഒരു 8-10 ഉദ്യോഗസ്ഥന്മാർ സ്ഥലം മാറ്റി. അതിൻ്റെ അർത്ഥം തന്നെ കുറ്റം കണ്ടുപിടിച്ചെന്നുള്ള കാര്യമാണല്ലോ. അത് ഉദ്യോഗസ്ഥന്മാരുടെ തലയിൽ കൊണ്ട് വയ്ക്കാതെ ഭരണ വകുപ്പിന് സംഭവിച്ച പോരായ്മയായിട്ട് കാണേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും നമ്മളിനിപ്പോൾ ഒരു ആറ്റുകാൽ പൊങ്കാല ഈ ശുചീകരണ പ്രവർത്തനത്തിൻ്റെ ഇത്രയും വിവാദമാകുന്നത് ഇതാദ്യമായിട്ടാണ് എൻ്റെ അറിവിൽ. ഞാനൊരു കഴിഞ്ഞ 10-25 വർഷക്കാലം ആറ്റുകാൽ പൊങ്കാലയായിട്ട് ബന്ധപ്പെട്ട് സഹകരിക്കാറുണ്ട്. അങ്ങനെയൊന്നും ഒരു വിവാദം ഉണ്ടായിട്ടില്ല. ഇതങ്ങനെ ഒരു വിവാദം ഉണ്ടാക്കി. എന്തായാലും ഇനിയിപ്പോൾ ഒരു ദിവസം കൊണ്ട് പൂർത്തീകരിക്കേണ്ട ശുചീകരണം 3 ദിവസമായിട്ടും പൂർത്തീകരിച്ചിട്ടില്ല. ഞാൻ കളക്ടറിൽ നിന്ന് റിപ്പോർട്ട് ചോദിച്ചു, ജില്ലയിലെ ചുമതലയുള്ള മന്ത്രി എന്നുള്ള നിലയിൽ റിപ്പോർട്ട് തന്നു. റിപ്പോർട്ടിലും ശുചീകരണം പൂർണ്ണമായി നടത്താൻ വേണ്ടി കഴിഞ്ഞില്ല എന്നുള്ള നിലയിലുള്ള റിപ്പോർട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഇനിയിപ്പോൾ ഇതൊരു വിവാദമാക്കണ്ട. ഇനി ആറ്റുകാൽ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട വിഷയമാണല്ലോ, അത് ഇനി അടുത്ത വർഷമെങ്കിലും ഒരു കൂട്ടായ ഒരു പിന്നെ ആലോചനയൊക്കെ നടത്തുന്നതായിരിക്കും നല്ലത്. പരിചയത്തിൻ്റെ ഒരു കുറവുണ്ട്. പിന്നെ എന്ന് മാത്രമല്ല, പാവപ്പെട്ട തൊഴിലാളികളുടെയും ഉദ്യോഗസ്ഥന്മാരെയും കൂടെ വിശ്വാസത്തിലെടുത്തേണ്ട കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി ഇന്ന് കഴിയുള്ളൂ. അതൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. എന്തായാലും നോക്കാതെ ഇനിയിപ്പോൾ എന്നോട് ആരോ പത്രക്കാർ ചോദിച്ചപ്പോൾ അതിന് ഞാൻ അവസാനിപ്പിക്കുകയാണെന്ന് പറഞ്ഞ ആ വിവാദം. ശരി, നമുക്ക് അടുത്ത പൊങ്കാലയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുക. ഇതിൻ്റെ അനുഭവം കൂടി വെച്ചുകൊണ്ട് അടുത്ത പൊങ്കാലയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകാം. ഓക്കെ. ഇത്രയും തിരക്കുള്ള ഒരു മന്ത്രിയോട് ചോദിക്കാൻ പാടുണ്ടോ എന്ന് അറിഞ്ഞുകൂടെ? എൻ്റെ ഒരു സ്വാതന്ത്ര്യം കൂടെ വെച്ചാണ്. ഒഴിവ് സമയം കിട്ടാറുണ്ടാകില്ല. കിട്ടിയാൽ അല്ലെങ്കിൽ കിട്ടുമ്പോഴൊക്കെ എപ്പോഴെങ്കിലും കിട്ടിയാൽ അങ്ങ് എന്താണ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത്? കിട്ടിയാൽ മിക്കവാറും കിട്ടാറില്ല. കാര്യം വെച്ചാൽ ഈ തിരുവനന്തപുരത്തെ മന്ത്രിയും എൻ്റെ വകുപ്പെന്ന് പറഞ്ഞാൽ
ഈ റാങ്ക് ഹോൾഡേഴ്സിൻ്റെ പകുതി കൂടുതൽ എൻ്റെ വകുപ്പിലാണ്. അപ്പോൾ നല്ല തിരക്കായിരിക്കും. പിന്നെ യാത്രയും നല്ല യാത്രയായിരിക്കും. സമയം കിട്ടുമ്പോൾ പിന്നെ അത്യാവശ്യം സിനിമ കാണും, ടെലിവിഷൻ കാണും. പിന്നെ അതൊക്കെ തന്നെയാണ് സിനിമ കാണാൻ ഇഷ്ടമാണ്. സിനിമയൊക്കെ കാണാറുണ്ട്. തിയേറ്ററിൽ പോയി തന്നെ കാണും. ഇപ്പോൾ ഇടയ്ക്ക് 2 സിനിമ തിയേറ്ററിൽ ചെന്ന് കണ്ടായിരുന്നു. ഏതായിരുന്നു അവസാനം കണ്ടത്? അവസാനം കണ്ടത് ഒന്ന് മമ്മൂട്ടിയുടെ കളങ്കാവ്. ഇഷ്ടപ്പെട്ടോ അത്? കൊള്ളാം, നല്ല സിനിമ. മമ്മൂട്ടിയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട നടൻ. മമ്മൂട്ടി തന്നെയാണ്. മമ്മൂട്ടിയും അല്ല നമ്മുടെ വിനായകനും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു മകൻ്റെ കല്യാണം ഈ അടുത്ത് കഴിഞ്ഞതേ ഉള്ളൂ. എന്നിട്ടും കുഞ്ഞുങ്ങളുടെ ലക്ഷക്കണക്കിന് കുഞ്ഞുങ്ങളുടെ അപ്പൂപ്പനായി മാറിയ ആൾക്ക് തീരെ സമയം കിട്ടുന്നില്ല. അദ്ദേഹം കളങ്കാവൽ അവസാനമായി കണ്ട ചിത്രം എന്ന് പറഞ്ഞു. അതൊക്കെ ഓർത്ത് വയ്ക്കാൻ പറ്റിയത് തന്നെ ഭാഗ്യം. കാരണം ഞാനത് എപ്പോഴും ചിന്തിക്കും, ഞങ്ങൾ ഏത് പരിപാടിയിൽ പോയാലും അങ്ങ് അവിടെ ഉണ്ട്, ഞങ്ങളില്ലാത്ത പരിപാടിയിലും അങ്ങ് എത്തിപ്പെടുന്നുണ്ട്. അപ്പോൾ ഒരു ദിവസം എത്രയധികം പരിപാടികളാണ്. എനിക്ക് പിന്നെ ഗവൺമെന്റ് പ്രോഗ്രാമിനേക്കാൾ ഇഷ്ടം പാർട്ടി പരിപാടിയിൽ പങ്കെടുക്കുന്നത് ഇഷ്ടം. അത് ശരി. ഇപ്പോഴും ചിലപ്പോഴും അറിയാതെ പിന്നെ ഇപ്പോൾ CITUവിൻ്റെയൊക്കെ ദേശീയ പടിമുടക്കൊക്കെ വരുന്ന സമയത്ത് മന്ത്രിമാർ സാറിനെ പോകാറില്ല, ഞാൻ അതിനൊക്കെ പോകാറുണ്ട്. അതെന്തുകൊണ്ടാണ് അങ്ങനെ? എനിക്കത് അങ്ങനെ പോയില്ലെങ്കിൽ പിന്നെ അതൊരു സംതൃപ്തി ഉണ്ടാവില്ല. അപ്പോൾ ആ സംഘടനാ പ്രവർത്തനവും പാർലമെന്ററി രംഗത്ത് വന്നപ്പോൾ അത് കുറച്ച് മിസ് ചെയ്യുന്നുണ്ട്. ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. അത് ശരി. പക്ഷെ വീട്ടിലെന്നും മന്ത്രി എന്നുള്ള നിലയിലെല്ലാം തോന്നുന്നു എനിക്ക് തോന്നിയിട്ടുള്ളത്. കൂടുതൽ ആളുകൾ വരുന്നത് ശിവൻകുട്ടി അണ്ണനെ കാണാൻ. അതെ. അപ്പോൾ ഞാൻ വിളിക്കുമ്പോഴും ഇപ്പോൾ ഈ ഇന്റർവ്യൂവിന് ഡേറ്റ് ചോദിച്ച് വിളിക്കുമ്പോൾ തന്നെ ഫോണിലൂടെ അദ്ദേഹം ഗായത്രി ഞാൻ നോക്കി പറയാം എന്ന് പറഞ്ഞ് വേറൊരാളോട് നിങ്ങൾ നിവേദനം എഴുതി കൊടുക്കുക, നമുക്ക് നോക്കാം എന്നൊക്കെ ഫോണിൽ കൂടെ പറയുന്നത് കേൾക്കാം. അപ്പം നിരന്തരം അങ്ങനെ തിരക്കുള്ള ആളാണ്. ഏറ്റവും പുതിയ തലമുറ, ഇപ്പോൾ ജെൻ ആൽഫ, ജെൻ ബീറ്റ എന്നൊക്കെ പറയാതിലേക്ക് ഞാൻ പോകുന്നില്ല, വിദ്യാർത്ഥികൾ ജെൻസി എന്ന് വിളിക്കുന്ന ഒരു വിഭാഗം, അവരുടെ മന്ത്രിയായിട്ട് സോഷ്യൽ മീഡിയയിൽ അറിയപ്പെടുന്നുണ്ട്. ജെൻസി മന്ത്രി എന്ന് പറയുന്നു. പ്രായവ്യത്യാസം നമ്മൾ നോക്കണം, ഒരുപാട് പ്രായമെന്ന് ഞാൻ ആരോപിക്കല്ല, എന്നാലും കുഞ്ഞു മക്കളെ സംബന്ധിച്ച് ജെൻസി മന്ത്രി എന്ന് പറയുമ്പോൾ ജെൻസിക്കാർ ഉപയോഗിക്കുന്ന പല വാക്കുകളുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നത് എന്ന് അങ്ങേക്ക് മനസ്സിലായിട്ടുണ്ടോ? ഡെലുലുവിൻ്റെ കൂടെ പരിപാടിയൊക്കെ നടത്തിയതുകൊണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് വാക്കുകൾ ചോദിക്കാം, അങ്ങേക്ക് അറിയാമോ എന്ന് വെറുതെ. ഡെലുലു എന്താണെന്നാണ് മനസ്സിലാക്കിയിരിക്കുന്നത്? ഡെലുലു എന്താ? ഡെല്യൂഷൻ, ഒരു മായ. അതൊരു സിനിമയുടെ ഭാഗമായി വന്നത്. പൂക്കി മിനിസ്റ്റർ എന്ന് വിളിക്കാറുണ്ട്. അത് ഞാൻ കൂളിംഗ് ഗ്ലാസ്സിലാൻ വെച്ചിട്ട് ഒരു ഫോട്ടോ എടുത്തു. പൂക്കി എന്ന് വെച്ചാൽ നമ്മൾ വളരെ സ്നേഹത്തോടെ ഒരാളെ അഭിസംബോധന ചെയ്യുന്ന. പൂക്കി മിനിസ്റ്റർ എന്ന് കുട്ടികൾ വിളിക്കുമ്പോൾ അതിനർത്ഥം അത്രയും സ്നേഹം അവർ തരുന്നുണ്ട് എന്നാണ്. അപ്പം ഇത്തരം പദങ്ങൾക്ക് എനിക്ക് തോന്നുന്നില്ല 20 മന്ത്രിമാരിൽ മറ്റാരും അർഹനായിട്ടുണ്ട്. അതെല്ലാം നമ്മളെ കുട്ടികളിടുന്ന പേരുകളാണല്ലോ. കുഞ്ഞുങ്ങളെ ഇഷ്ടമാണോ അങ്ങനെ? കുഞ്ഞുങ്ങളെ വളരെ ഇഷ്ടമാണ്. അപ്പോൾ അവരിടുന്ന പേരുകളാണ്. പിന്നെ ഞാൻ അവരിടുന്ന പേരുകൾ ഞാനങ്ങ് സ്വീകരിക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ പിന്നെ വർത്തമാന കാലഘട്ടത്തിൽ മാറി വരുന്ന നമ്മുടെ സാഹചര്യങ്ങൾ നോക്കുമ്പോൾ അത്യന്താധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യ ജീവിതത്തിൽ നാനാതുറകളിലും പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ കുട്ടികളുടെ മനസ്സറിഞ്ഞ്, നമ്മുടെ വയസ്സിൻ്റെ പ്രശ്നമല്ല, നമ്മുടെ മനസ്സ് കുട്ടികളുടെ മനസ്സിനോടൊപ്പം സഞ്ചരിക്കണം. എന്നാൽ മാത്രമേ കുട്ടികളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടി പറ്റുള്ളൂ. അത് നമ്മളെ വീട്ടിലും അത് ബാധകമാണ്. വീട്ടിൽ പലപ്പോഴും അച്ഛനും അമ്മയ്ക്കും അവരുടെ സ്വാർത്ഥത കൊണ്ട് കുട്ടികളുടെ ആവശ്യം പരിഗണിക്കപ്പെടാതെ പോകുന്ന ഒരു സാഹചര്യം വരും. അപ്പോഴാണ് പ്രശ്നങ്ങളുണ്ടാകുന്നത്. അതല്ല, നമ്മൾ കുട്ടികളോടൊപ്പമാണ്. അവനെപ്പോഴും കുഞ്ഞ് എപ്പോഴും അവൻ്റെ ആവശ്യത്തെ പറ്റിയാണല്ലോ അവനെ ശ്രദ്ധിച്ചില്ലെങ്കിലും അപ്പോഴും കരയും. അങ്ങനെയൊക്കെയാണല്ലോ സംഗതി ഉള്ളത്. അപ്പോൾ അങ്ങനെ കുട്ടികൾക്ക് നല്ല പിന്നെ സ്വാതന്ത്ര്യവും നല്ല ഒരു ആത്മവിശ്വാസവും പിന്നെ സന്തോഷം നിറഞ്ഞ അവസരങ്ങളൊക്കെ തന്നെ ഉണ്ടാക്കുമ്പോൾ ആ ഒരു സ്നേഹം കുട്ടികളിലും ഉണ്ടാവും. ഇപ്പോൾ ഞാനെല്ലാം സ്കൂളിൽ ചെല്ലുമ്പോൾ കുട്ടികൾക്കെല്ലാം വലിയ സ്വാതന്ത്ര്യമാണ്. ദിവസം ഒരു 100 കുട്ടികൾ ഫോൺ ചെയ്യാറുണ്ട്. ഇപ്പോൾ എൻ്റെ ഫോൺ ഇരിക്കണോ, ഇപ്പോൾ വിളിച്ചാലും ഞാൻ പിന്നെ ഇപ്പം കുറച്ച് ദിവസം എടുക്കുന്നില്ല.
അറ്റൻഡ് ചെയ്യാൻ പറ്റാറുണ്ടോ എല്ലാം? ഞാനത് എനിക്കറിയാം, കുറേയൊക്കെ എടുക്കാറുണ്ട്, മറുപടി വരാറുണ്ട്. എന്താണ് പറയുന്നത് അവര്? അവർക്ക് SLC പരീക്ഷയുടെ കാര്യം അറിയണം, പിന്നെ അതിൻ്റെ മാർക്കിൻ്റെ കാര്യം അറിയണം, പിന്നെ അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് പിന്നെ അത് മന്ത്രിയോട് തന്നെ ചോദിക്കാന്ന് നേരിട്ട് ചോദിക്കണം. അപ്പോൾ ഞാൻ ചോദിക്കാറുണ്ട്, നിങ്ങൾ നമ്പർ എവിടെ നിന്ന് എടുക്കുന്നത്? അപ്പോൾ ഗൂഗിളിൽ നിന്ന് സെർച്ച് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതിൽ നമ്പർ എൻ്റെ നമ്പറൊക്കെ എനിക്കറിയാമല്ലോ, അല്ലാതെ പറഞ്ഞ നമ്പർ എനിക്കറിയാം. ഇത് ഒരു കുട്ടിയായിരിക്കും വിളിക്കുന്നത്, കുട്ടിയുടെ അടുത്ത് അമ്മ ഉണ്ടാവും എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. അവിടെ നിന്ന് പ്രോംപ്റ്റ് ചെയ്യുന്ന കേൾക്കാൻ വേണ്ടി കഴിയും. അപ്പോൾ അതുകൊണ്ട് ഒരു 5 വർഷത്തെ വിദ്യാർത്ഥികളുമായിട്ടുള്ള ഒരു ജീവിതം എന്ന് പറയുന്നത് ഒരു പുതിയ അനുഭവം തന്നെയാണ്. മറ്റേ ഒരു വകുപ്പിനും കിട്ടാത്ത നിലയിലുള്ള ഒരു അനുഭവം തന്നെയാണ്. തൊഴിലാളികളും വിദ്യാർത്ഥികളെയും ഓരോ കോർത്തിണക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നതിന് വേണ്ടി കിട്ടിയ അനുഭവം എന്ന് പറയുന്നത് രാഷ്ട്രീയ ജീവിതത്തിൽ നമുക്ക് ഒരു പ്രവർത്തകന് കിട്ടാൻ കഴിയുന്ന ഏറ്റവും വലിയ അംഗീകാരമാണ് പാർട്ടി ഏൽപ്പിച്ചത്. പിന്നെ അത് ഒരു ബുദ്ധിമുട്ടുമില്ലാതെ, ഒരു പരാതിക്ക് ഇട നൽകാതെ ആ ഉത്തരവാദിത്തം നിർവഹിച്ചു എന്നുള്ളതിൽ ആത്മസംതൃപ്തിയുണ്ട്. ഇപ്പോൾ അവസാനമായ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. തിരുവനന്തപുരം ജില്ല, ആ ജില്ലയിലെ മത്സര സ്വഭാവമാണ് കേരള സംസ്ഥാനത്തിലെ ഒരു ഗവൺമെൻറ്റിൻ്റെ രൂപീകരണത്തെ സ്വാധീനിക്കുന്നതെന്നൊക്കെ പൊതുവെ പറയാറുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരത്ത് 14-ൽ 13 LDF എന്ന് പറയുന്നത് പോലെ. അപ്പോൾ അങ്ങേക്ക് തോന്നുന്നുണ്ടോ ആ ഒരു ട്രെൻഡ് LDF 3.0 ഉണ്ടാകും എന്ന്? ഉറപ്പല്ലേ? ഇപ്രാവശ്യം 13-ൽ, കഴിഞ്ഞ പ്രാവശ്യം 13-ൽ 14-ൽ 13 ആയിരുന്നു. ഇപ്രാവശ്യം കോളം കൂടി പിടിച്ചെടുക്കാനുള്ള ശ്രമത്തിലാണ്. തീർച്ചയായിട്ടും അതിൽ LDFന് വോട്ട് ചെയ്യണ്ട എന്ന് ചിന്തിക്കാനുള്ള ഒരു കാര്യമില്ലല്ലോ. അങ്ങനെയല്ലേ പറയേണ്ടത്? ഒന്നീ മന്ത്രിമാരിലെ അഴിമതിക്കാരായിരിക്കണം, അല്ലെങ്കിൽ വികസന പ്രവർത്തനമൊന്നും നടക്കാതിരിക്കണം, പ്രകടന പത്രത്തിൽ പറഞ്ഞ് നടക്കാതിരിക്കണം. ഈ UDFകാർക്ക് കഴിഞ്ഞ 5 വർഷക്കാലം മറ്റേ ഒരു അവിശ്വാസ പ്രമേയം പോലും കൊണ്ടുവരാൻ വേണ്ടി പറ്റിയില്ലല്ലോ ഈ നിയമസഭയിൽ. അവർക്കൊരു അഴിമതി ആരോപണം കൊണ്ടുവരുന്നതിന് വേണ്ടി പറ്റിയില്ലല്ലോ. ഇവരെല്ലാം വകുപ്പിനെ പറ്റിയും പല വകുപ്പിനെ പറ്റിയൊക്കെ പോഴ്ത്തി നടന്നിട്ടില്ലേ ഇപ്പോൾ അവസാനം വന്ന് നമ്മളെ ചീത്ത പറയുന്ന വിശേഷം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം, ബിക്കോസ് ഈ കിഫി ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഏറ്റവും കൂടുതൽ വർക്ക് നടന്നിട്ടുള്ളത് പ്രതിപക്ഷത്തിൻ്റെ മണ്ഡലങ്ങളിലാണ്. അപ്പോൾ അവർക്ക് വികസനത്തെപ്പറ്റി ഒന്നും പറയാനില്ല, മന്ത്രിമാരുടെ പെർഫോമൻസ് സംബന്ധിച്ചിടത്തൊന്നും പറയാനില്ല, മന്ത്രിമാർക്കെതിരെ അഴിമതി ആരോപണം പറയാനില്ല, പിന്നെ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം പൊതുവായിട്ടുള്ള കുറ്റം പറയാനൊന്നുമില്ല. പിന്നെ എന്തുകൊണ്ട് LDF വീണ്ടും മൂന്നാമതും വന്നുകൂടാ എന്നുള്ള പ്രശ്നമാണ് നമ്മൾ ജനങ്ങളുടെ ഇടയിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനിപ്പോൾ വരുന്ന ഒരു കാര്യം, 2 ടേം ആയില്ലേ, ഇനി LDF മാറി നിൽക്കട്ടെ എന്ന് പറയുന്ന ഒരു വിഭാഗം. 2 ടേം ആയി LDF മാറി നിൽക്കട്ടെ എന്ന് വെച്ചാൽ 2016-ന് മുമ്പ് 2016-ന് കേരളം എങ്ങനെയായിരുന്നു അതിലെത്തേക്ക് കൊണ്ടുപോകുക എന്നാണ് അതിൻ്റെ അർത്ഥം. 2016-ൽ പിണറായി വിജയൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ചുമതല ഏൽക്കുന്ന അവസരത്തിൽ കേരളം സ്തംഭിച്ച് നിൽക്കുകയായിരുന്നു എല്ലാ രംഗത്തും. വിദ്യാഭ്യാസ രംഗത്താണെങ്കിലും സ്കൂളുകൾ ലേലം വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ആശുപത്രികൾ പൂട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു, പൊതുമേഖലാ സ്ഥാപനങ്ങൾ പൂട്ടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു, മന്ത്രിമാർക്കെതിരെ അഴിമതി ആരോപണങ്ങളുണ്ടായിരുന്നു. ഇത് മാത്രമല്ല, ഏതെല്ലാം വൃത്തികെട്ട രൂപത്തിലുള്ള ആക്ഷേപങ്ങളാണോ അന്നന്ന് കേൾക്കേണ്ടി വന്നിട്ടുള്ളത്. അപ്പം അതിന് 2 ടേം ആയില്ലേ, ഇനി മൂന്നാമത്തെ ടേം കൂടെ പിന്നെ എന്തിനെന്ന് ചോദിക്കുന്നവരോട് പറയാനുള്ളത്, 2016-ലേക്ക് പോകണമെന്നാണോ നിങ്ങൾ ചിന്തിക്കുന്നത്? 2016-ൽ നിന്ന് പുറകോട്ട് പോകണ്ടെന്നുണ്ടെങ്കിൽ 2016-ന് ശേഷമുള്ള 10 വർഷത്തെ പോലുള്ള ഈ സുവർണ്ണ കാലഘട്ടത്തിലേക്ക് വീണ്ടും പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വോട്ട് ചെയ്യണം, വിജയിപ്പിക്കണമെന്നാണ് അഭ്യർത്ഥിക്കാറുള്ളത്. ഇപ്പോൾ വളരെ നന്ദി മിനിസ്റ്റർ. വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ അങ്ങുമായി സംവദിക്കാൻ കഴിഞ്ഞു. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നത്, ഒരു പാർലമെൻറ്റേറിയൻ എന്നതിനോടൊപ്പം, അല്ലെങ്കിൽ അതിനേക്കാൾ ഉപരി ഒരു വലിയ സംഘടനാ പ്രവർത്തകൻ എന്ന നിലയിൽ എനിക്ക് തോന്നുന്നു 20 മന്ത്രിമാരിൽ നമ്മൾ കഴിഞ്ഞ പത്രസമ്മേളനങ്ങളോ പത്രക്കാരുമായുള്ള സംവാദങ്ങളോ എടുത്താൽ രാഷ്ട്രീയവും ശക്തമായി അതിനിടയിൽ പറഞ്ഞ ഒരു മന്ത്രി കൂടിയാണ് ശ്രീ വി ശിവൻകുട്ടി. ഇത് എല്ലാം ഞാനിങ്ങനെ വലിയ ആവേശത്തിൽ പറയുന്നത് ഞാൻ തിരുവനന്തപുരത്തുള്ള ഒരാളും കൂടി ആയതുകൊണ്ട് ആയിരിക്കാം. എന്തായാലും മിനിസ്റ്റർ അങ്ങനെ വന്നതിൽ സന്തോഷം. കുട്ടികൾക്ക് വേണ്ടി, എനിക്കും കൂടി വേണ്ടി, ഞാൻ ഇൻ്റർവ്യൂ ചെയ്തത് മിനിസ്റ്റർക്ക് ഇഷ്ടപ്പെട്ടോ? ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ മിനിസ്റ്റർ എനിക്കൊരു പൂക്കി ഹാർട്ട് തരണം. ഇങ്ങനെ താങ്ക് യു മിനിസ്റ്റർ. പൂക്കി മിനിസ്റ്ററുമായുള്ള ഇൻ്റർവ്യൂ അവസാനിക്കുന്നു. നന്ദി.